ലോജിക് ഗേറ്റ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഔട്ട്പുട്ട് y ഓഫ് ദ ഗിവൺ ലോജിക് ഗേറ്റ് ഈസ് സിമിലർ ടു ദ ഔട്ട്പുട്ട് ഓഫ് നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്. ഇവിടെ എ എന്ന് പറയുന്ന ഇൻപുട്ട് രണ്ട് ടെർമിനലിലേക്കും കൊടുത്തിരിക്കുന്നു. അതിന് ഇവിടെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടും എ തന്നെയായിരിക്കും. അതിനുശേഷം ഇവിടെ നോട്ട് ഗേറ്റ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എ ബാർ എന്ന് എഴുതാം. സിമിലർ വേ ഇവിടെ നമ്മൾ ബി കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് രണ്ട് ടെർമിനലിലേക്കും ചെല്ലുന്നു. അതിനെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബി തന്നെയായിട്ട് തുടരും. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൊടുത്തിരിക്കുന്നു, അപ്പോൾ അത് ബി ബാർ ആയി മാറും. ഇനി ഇവർ രണ്ടുപേരെയും നമ്മൾ ഇവിടെ ഓർ ചെയ്യുന്നു, അപ്പോൾ എ ബാർ പ്ലസ് ബി ബാർ അല്ലെങ്കിൽ എ ബാർ ഓർ ബി ബാർ. അതിനുശേഷം ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൂടി കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനൊരു ബാർ കൂടി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ ആണ്. ഇത് നമുക്ക് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ വളരെ എളുപ്പം ചെയ്യാൻ വേണ്ടി ഡി മോർഗൻസ് ലോ എന്നൊരു ലോ ഉണ്ട്. ഡി മോർഗൻസ് ലോ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, ഡി മോർഗൻസ് ലോ പറയുന്നത് എന്തെന്നറിയോ? എ ബാർ എ പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എ ബാർ ആൻഡ് ബി ബാർ ആണ്. അപ്പൊ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ ആണ്, അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ ഒരു ചേഞ്ച് വരുത്തി എഴുതാം. എ പ്ലസ് ബി ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ആൻഡ് ബി ബാർ എന്നാണ് ഡി മോർഗൻസ് ലോ. ഞാൻ എല്ലായിടത്തും ഓരോ ബാർ കൊടുക്കാം. എ ബാർ ആക്കി, ഇവിടെ ബി ബാർ ആക്കി, അതേ ചേഞ്ചസ് ഇവിടെയും കൊടുക്കണം. എ ബാർ ആക്കി, ബി ബാർ ആക്കി. കണ്ടോ? ഈ കാണുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്, അല്ലേ? അപ്പൊ ഇവിടെ ഫൈനലി നമുക്ക് എ ബാർ ദ ഹോൾ ബാർ, ഇവിടെ എ ബാർ ദ ഹോൾ ബാർ എടുക്കുമ്പോൾ അത് എ ആയിട്ട് മാറും, സോ എ. ആൻഡ് ബി ബാർ ദ ഹോൾ ബാർ എടുക്കുമ്പോൾ അത് ബി ആയിട്ട് മാറും, സോ ഫൈനൽ ആൻസർ ഇസ് എ ആൻഡ് ബി. ഇതൊരു ആൻഡ് ഗേറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ.